വെൽക്കം ടു ബബീസ് കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി വെച്ച് ഒരു അച്ചാറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അച്ചാർ കഴിക്കാൻ. സോ കക്ക ഇറച്ചി വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ? എല്ലാം റെഡിയല്ലേ? സോ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 100 ഗ്രാം കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, കടുക്, വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1.5 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ജീരകം പൊടിച്ചത്, കായപ്പൊടി, ചൊറുക്ക. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ കക്കയിറച്ചീനെ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഈ കക്കയിറച്ചീനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ കക്കയിറച്ചി നമുക്ക് എല്ലാവർക്കും അറിയാൻ അഴുക്കുണ്ടാവുമെന്ന്, അതെല്ലാം കളഞ്ഞ് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ജീരകപ്പൊടി. നമ്മൾ ജീരകം വറുത്ത് പൊടിച്ചാക്കുന്നതാണ്, ജീരകത്തിൻ്റെ പൗഡർ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ഇട്ട് വേവിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ തിരുമ്മി പിടിപ്പിക്കണം. ഇതിനെ നമ്മൾ ഒരു 20 മിനിറ്റ്സ് എല്ലാം വെച്ചാലാണ് ആ കക്കയിറച്ചിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ നല്ല എണ്ണയാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്, ഒഴിച്ചിട്ട് നന്നായി കക്കയിറച്ചീനെ നമ്മൾ അതിലിട്ട് വറുത്തെടുക്കണം. നല്ല മുഴുവനായിട്ട് കറുമുറുന്ന് വറുക്കാൻ പാടില്ല, ഒരു 1/4 ഭാഗം വറുത്തെടുക്കുക. കക്കയിറച്ചീനെ ആഡ് ചെയ്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കക്കയിറച്ചീനെ വറുക്കാൻ വിടണം. കക്കയിറച്ചി എല്ലാവർക്കും അറിയാം, വറുക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടും അത്. ഇപ്പോൾ കക്കയിറച്ചി ഒരു 1/4 ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കക്കയിറച്ചീനെ. ഇനി ഇതേ പാനിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്യാം. എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അത് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് പതിയെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ആഡ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം ആ ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുമ്പോൾ നല്ലോണം തീ സിമ്മാക്കിയിട്ടാണ് ഇടാൻ, ഇല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. മുളകിൻ്റെ ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കക്കയിറച്ചിയിട്ട് നന്നായി ഇളക്കുക. ഇപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കായപ്പൊടി, വയറിന് ഏറ്റവും നല്ലതാണ് കായപ്പൊടി. ആ കായപ്പൊടിയും കുറച്ചിട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കുക. ചട്ടിയുടെ ചൂടാറുന്നതിന് മുമ്പ് വേണം നമ്മൾ ഈ ചൊറുക്കയും കായപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. കക്കയിറച്ചി ഇരിക്കുന്തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. സോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴായിരിക്കും ആ വിനാഗിരിയൊക്കെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ